ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഇതിലേക്ക് കാണും. വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ ലിങ്ക് അയക്കുന്നുണ്ട്. കുറേ പേര് വൈകി വരുന്നുണ്ട്, പക്ഷേ നമ്മൾ ഇനി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. നിങ്ങളില്ലെങ്കിൽ സൂമിൽ ചെയ്താലും മതിയാവും. പക്ഷേ ഞാൻ നോക്കാനൊന്നും എനിക്ക് കഴിയില്ല എന്നുള്ളതും കൂടെ ഓർക്കുക. നാളെ നമ്മൾ മറ്റൊരു ടോപ്പിക്കാണ് എടുക്കുക. ഇതിൻ്റെ എക്സാം ഓഫ്ലൈൻ എക്സാം ഉണ്ടാവും, ഓൺലൈൻ എക്സാം ഉണ്ടാവും, ഓഫ്ലൈൻ ഉണ്ടാവും. പക്ഷെ ഓഫ്ലൈൻ ഇവിടുത്തെ ക്ലാസ്സിലും പരീക്ഷയിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രത്യേകം അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നമുക്ക് ചോദിക്കാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കുന്നുണ്ട്. അത് ഞാൻ സ്ക്രീനിലും കാണിക്കുന്നുണ്ട്, ഇവിടുത്തെ സ്ക്രീനിലും കാണിക്കുന്നുണ്ട്, സൂമിലും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ വൂക്ക് ആപ്പിലും കാണുന്നുണ്ടാവും. ഓക്കെ, പെട്ടെന്ന് ആൻസർ അയച്ചോളൂ, പെട്ടെന്ന് ആൻസർ അയച്ചോളൂ. ഇന്നലത്തെ അതേ ഫോണിൽ ലോഗിൻ ചെയ്തവർക്ക് പ്രത്യേകിച്ച് യൂസർ നെയിം ഒന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ അല്ലാത്തവർക്ക് ചിലപ്പോൾ യൂസർ നെയിമൊക്കെ അടിക്കേണ്ടി വരും. ഓക്കെ, നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് അയക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിൾ ആപ്പിലേക്ക് വരാൻ പറ്റും. ഇനി ഇല്ലെങ്കിൽ സൂമിൽ അത് നോക്കുക, പെട്ടെന്ന് ചെയ്യാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന കുട്ടിക്ക് കിട്ടും. യെസ്, എ മാൻ ട്രാവൽസ് 420 kilometers in 6 hours. What is the speed? Simple question. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 70, 30, 60, 50. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ പറയാം. പെട്ടെന്ന് അയച്ചോളൂ കേട്ടോ. എങ്ങനെയാണ് സ്പീഡ് കണ്ടുപിടിക്കുക എന്നൊക്കെ അറിയാം. ടൈം തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. പെട്ടെന്ന് അയക്കാം. നമുക്കൊന്ന് പുതിയ ചോദ്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ആൻസർ പറയുന്നു. എല്ലാവരും അയച്ചു എന്ന് വിചാരിക്കുന്നു. ഞാൻ ആൻസർ പറയുന്നു. അയക്കാത്തവർ അവിടെ കണ്ടുപിടിച്ച് എഴുതി വെക്കുക. ഞാൻ ആൻസർ പറയുമ്പോൾ അത് എങ്ങനെ കിട്ടിയെന്ന് ആലോചിക്കുക. യെസ്, ആൻസർ ഈസ്, എല്ലാവരും നോക്കിക്കോളൂ. റെഡി, 1, 2, 3. ഓക്കെ, 100 പേർക്ക് കറക്റ്റാണ്. വെരി ഗുഡ്. തെറ്റിയവർ കുറച്ച് പേരുണ്ട്. ശരി, അപ്പൊ ഞാൻ എങ്ങനെയാണ് കിട്ടിയതെന്നും പറയാം. ഓക്കെ, ചില കുട്ടികൾക്ക് നമ്മുടെ സൂമിൽ ജോയിൻ ചെയ്യാൻ പ്രയാസം വരുന്നുണ്ട്. അത് അവരുടെ നെറ്റ് കുറച്ച് വീക്ക് ആയതുകൊണ്ടാണ്. ചിലപ്പോൾ റേഞ്ച് ഉണ്ടാവില്ല, ചിലപ്പോൾ ഡാറ്റ ഉണ്ടാവില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. നല്ല സ്പീഡുള്ള നെറ്റുള്ള സ്ഥലത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ യെസ്, ഒരാൾ 6 മണിക്കൂർ കൊണ്ട് 420 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡി ഈസ് ഈക്വൽ ടു 420, 420. ടൈം എന്ന് പറഞ്ഞാൽ 6. ഇനി സ്പീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 6 കൊണ്ട് 42നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 42നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 അല്ലേ കിട്ടുക? 7ഉം പിന്നെ ഒരു 0 ഉണ്ടാവും. അപ്പോൾ 70 എന്നാണ് കിട്ടുക. ഇതാണ് നമ്മുടെ ആൻസർ, 70 കിലോമീറ്റർ പെർ അവർ. 70 കിലോമീറ്റർ പെർ അവർ എന്നായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ആ ആൻസർ ഇവിടെ ഉണ്ടോ നോക്കിയാൽ മതി. ആ ആൻസർ ഇവിടെ ഉണ്ടോ നോക്കുക. ഉണ്ട്, 70 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞു. നമ്മൾ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, ഇനി വൂക്ലാപ്പ് ഒന്നും ചോദിക്കരുത്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ വരണം. 9 മണിക്കൊക്കെ വന്നിട്ട് ഇനി അത് അയച്ചു തരുമെന്നൊന്നും ചോദിക്കരുത്. ഓക്കെ, യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. യെസ്,
എല്ലാവരും ഒന്ന് ആലോചിക്കുക. അതിനുശേഷം ഞാൻ പറയും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയും. A train traveling at 6 km/h crosses a man in 6 seconds. What is the length of the train? അതായത് ഒരു ട്രെയിൻ ഇങ്ങനെ പോവാണ്. അപ്പൊ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. ആ ആളെ കടന്നു പോവുകയാണ് ട്രെയിൻ. 6 സെക്കൻഡ് കൊണ്ട് ആ ആളെ കടന്നുപോയി. എന്നാൽ ട്രെയിനിന്റെ ലെങ്ത് എന്താണ്? സാധാരണ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഒന്ന് ചെയ്യാം. അതിനുശേഷം ഞാൻ അതൊന്ന് പറയും. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര എളുപ്പമായിരുന്നു എന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ അയക്കുക. ഞാൻ ചിലപ്പോൾ കാണും, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാണില്ല. എന്തെങ്കിലും പ്രോബ്ലം വോക്ലാപ്പ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ സൂമിൽ ചെയ്താൽ മതി. അപ്പോൾ പേപ്പർ വേണം, നോട്ട്ബുക്ക് വേണം, നോട്ട്ബുക്കിൽ ചെയ്യുക. യെസ്, അതായത് ഒരു ട്രെയിൻ പോകുന്നുണ്ട്, ഒരാൾ അവിടെ നിൽക്കുന്നു, ആ ആളെ 6 സെക്കൻഡ് കൊണ്ട് ട്രെയിൻ കടന്നുപോയി. എങ്കിൽ ട്രെയിനിന്റെ ലെങ്ത് എന്താണ്? നിങ്ങൾ ചെയ്തിട്ട് അയക്കുക. അതിനുശേഷം ഞാൻ പറയും. ഞാൻ പറയുമ്പോൾ മനസ്സിലായാൽ, നിങ്ങളുടെ തെറ്റാണെങ്കിൽ ഉടനെ അത് ശരിയാക്കണം. ഓക്കെ, അപ്പം ഇനി നിങ്ങളുടെ ക്ലാസ്സിലേക്കൊക്കെ ഞാൻ വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, USS പരീക്ഷയുണ്ട്. നാസർ സാർ പറഞ്ഞിട്ടുണ്ടാവും ഈ മാസം തന്നെയാണ് USS പരീക്ഷ. അപ്പം അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ചു. കഴിഞ്ഞ വർഷം USS എഴുതാൻ വേണ്ടി ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുക. 18-ാം തീയതി ആണെന്ന് തോന്നുന്നത്, അടുത്ത മാസം 18-ാം തീയതി. അത് കഴിഞ്ഞിട്ടായിരിക്കും NMSന്റെ കാര്യം വരിക. ഓക്കെ, ഞാൻ ആൻസർ പറയുന്നു. എല്ലാവരും വൂക്ലാപ്പിൽ നോക്കിക്കോളൂ. ഞാൻ ആൻസർ പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ശരിയാണോ തെറ്റാണോ എന്ന് ഉത്തരം വരും. അതിനുശേഷം സൂമിലേക്ക് വന്നാൽ മതി. ഓക്കെ, ശരി, ഞാൻ ആൻസർ പറയാം. എല്ലാവരും നോക്കിക്കോളൂ. ആൻസർ ഈസ്, ഏതൊക്കെയാണ് ആൻസറുകൾ? 10 മീറ്റർ ഉണ്ട്, 100 മീറ്റർ ഉണ്ട്, 60 മീറ്റർ ഉണ്ട്, 1 കിലോമീറ്റർ ഉണ്ട്. നോക്കാം. യെസ്, 38 പേരാണ് കറക്റ്റായി ചെയ്തിട്ടുള്ളത്. 38 പേരാണ് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇത് പ്രശ്നം എന്നുള്ളത് ഞാനൊന്ന് പറയാം. എല്ലാവരും നമ്മുടെ ഈ പ്രോബ്ലം നോക്കുക, സൂമിലേക്ക് നോക്കുക. അതായത് ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെയൊന്നും അല്ല. ഒരു ട്രെയിൻ ഇങ്ങനെ പോവുകയാണ്, 60 km/h ട്രെയിനിന്റെ സ്പീഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ട്രെയിൻ എന്ന് വിചാരിക്കുക. ട്രെയിൻ ഇതാണ് എന്ന് വിചാരിക്കാം. ട്രെയിനിന്റെ എഞ്ചിനാണ് ഈ ഞാൻ ആരോ മാർക്ക് ഇട്ടത്. ബാക്ക് ഭാഗം നമ്മളിങ്ങനെ പോകുന്നു, ഇതാണ് ട്രെയിൻ. അപ്പോഴാണ് ഇവിടെ ഒരാൾ നിൽക്കുന്നു. ഞാൻ ആ ആളെ വലുതാക്കി വരച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ചില സമയത്ത് ഈ ഒരു ആള് എന്നല്ല പറയുക, ചിലപ്പോൾ ഒരു ടെലിഫോൺ പോസ്റ്റ് എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഞാൻ വലുതാക്കി വരച്ചത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആള് എന്ന് വിചാരിച്ചോളൂ. ഈ ആൾ ഇവിടെ നിൽക്കുന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാം ഈ ട്രെയിൻ എത്ര സമയം എടുക്കും എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ട്രെയിൻ എത്ര ദൂരം പോകും നോക്കണം. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ട്രെയിൻ എന്തായി? മുന്നിലേക്ക് എത്തി. ഇപ്പോ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ട്രെയിൻ എവിടെ എത്തി? ട്രെയിൻ കുറച്ചും കൂടെ മുന്നിലേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ ഈ ആളുടെ അതിൻ്റെ തലഭാഗം അവിടെ എത്തി. അത് കഴിഞ്ഞ് ട്രെയിൻ കടന്നു പോകാൻ തുടങ്ങി. കടന്നു പോയി അവസാനം ട്രെയിൻ എത്തുന്നത് 6 സെക്കൻഡ് കൊണ്ട് ഇത്രയും ദൂരം എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ട്രെയിനിന്റെ വാൽ ഭാഗം അയാളെ കടന്നുപോയി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ട്രെയിനിന്റെ നീളം തന്നെയായിരിക്കും ട്രെയിൻ സഞ്ചരിച്ച ദൂരം. ട്രെയിൻ സഞ്ചരിച്ച ലെങ്ത്, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ വിൽ ബി ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ. അപ്പൊ ആ ട്രെയിൻ ഇങ്ങനെ പോവുകയാണ്. ട്രെയിനിന്റെ ഫ്രണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവും, ബാക്ക് ഇവിടെ എത്തി. അപ്പോ 6 സെക്കൻഡ് കൊണ്ട് ഈ സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിൻ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നോക്കാൻ
അല്ലെങ്കിൽ എത്ര ഈ ട്രെയിനിന്റെ നീളം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ സ്പീഡിനെ നമുക്കറിയാം, ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്പീഡും ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞ്? ഇതായിരുന്നു നമ്മുടെ ഇത് ഡിസ്റ്റൻസ്, ഇത് സ്പീഡ്, ഇത് ടൈം. അപ്പൊ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താലാണ് ഡിസ്റ്റൻസ് കിട്ടുക. ദൂരം, എത്ര ദൂരം ട്രെയിൻ സഞ്ചരിച്ചു എന്ന് കിട്ടണം. അപ്പൊ നമ്മൾ സ്പീഡും ടൈമും മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ. ഒറ്റയടിക്ക് നമുക്ക് ഒരാൾ പറഞ്ഞാൽ മതി. യെസ്, അത് നിങ്ങൾക്ക് അറിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നോക്കൂ, ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യുന്നു. സ്പീഡ് കിലോമീറ്ററിലാണ് തന്നിട്ടുള്ളത്. സ്പീഡ് തന്നിട്ടുള്ളത് കിലോമീറ്ററിലാണ്. ഈ 60 എന്ന് പറയുന്നത് കിലോമീറ്റർ ആണ് അല്ലേ? ഒരു മിനിറ്റ്, നമ്മൾ എഴുതാനുള്ള സാധനങ്ങൾ കാണുന്നില്ല. ഓക്കെ, സ്പീഡ് തന്നിട്ടുള്ളത് കിലോമീറ്ററിലാണ്. 60 കിലോമീറ്റർ ആണ് ഇതിന്റെ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് തരേണ്ട സമയം ഈ മണിക്കൂറിലാവേണ്ടിയിരുന്നു. പക്ഷെ മണിക്കൂറിലല്ല തന്നിട്ടുള്ളത്, 6 സെക്കൻഡ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കിലോമീറ്ററിൽ തന്നിട്ടുള്ള സമയത്തിനെ, സ്പീഡിനെ സെക്കൻഡ് കൊണ്ട് ഗുണിക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റണമെങ്കിൽ ഇതിനെ എന്താക്കി മാറ്റണം? മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം. പ്രത്യേകം ശ്രദ്ധിക്കുക, പല കുട്ടികൾക്കും തെറ്റാനുള്ള ഒരു കാരണം അതാണ്. മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം, 60നെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 5/18 കൊണ്ടാണ്. മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പൊ തന്നിട്ടുള്ള കിലോമീറ്റർ ആണ്, അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമ്മളൊന്ന് അരിച്ചു നോക്കുകയാണ്. 18നെയും 60യെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ എന്ന് പറയുന്നത് 6 ആണ്. 6 ആണ്. ആ 6 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ, 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 10 കിട്ടും, ഇവിടെ 3 കിട്ടും അല്ലേ? ഇനി നമുക്ക് 10നെയും 5നെയും നമുക്ക് അരിക്കാൻ പറ്റില്ല. അപ്പൊ 10 × 5 10 × 5/3 എന്നാണ് വരിക അല്ലേ? 6 കൊണ്ട് അരിച്ചു, 6 കൊണ്ട് 18 അരിച്ചപ്പോൾ 3 കിട്ടി, 6 കൊണ്ട് ഇതിനെ അരിച്ചപ്പോൾ 10 കിട്ടി. ഇനി 10ഉം 5ഉം കൂടെ ഗുണിച്ചു 50. 50/3 എന്നാണ്, അത്രയും മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് ഇതിന്റെ സ്പീഡ് കിട്ടുന്നത്. അപ്പൊ എന്താ ഇപ്പൊ നമ്മൾ ചെയ്തത്? ഈ 60യെ നമ്മൾ മാറ്റിയപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുകൊണ്ട് ഗുണിക്കുന്നു. സ്പീഡ് കിട്ടി, സ്പീഡ് ഇൻറ്റു ടൈം, സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. നമുക്ക് ഡിസ്റ്റൻസ് ആണ് കിട്ടേണ്ടത്. ട്രെയിൻ സഞ്ചരിച്ച ലെങ്ത് ആണ് ട്രെയിനിന്റെ നീളം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പീഡ് എന്ന് പറഞ്ഞാൽ 50/3 ആണ് സ്പീഡ്, ഇൻറ്റു ടൈം. ടൈം എത്രയാണ്? 6 സെക്കൻഡ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഗുണിക്കുക. അപ്പോൾ ഒറ്റയടിക്ക് ഗുണിക്കാനുള്ള എളുപ്പ വഴി എന്താണ്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്യുക, കട്ട് ചെയ്യുക. അപ്പൊ 3 കൊണ്ട് 6നെ കട്ട് ചെയ്തു, അപ്പൊ നമുക്ക് 2 കിട്ടി. അപ്പൊ ഇനിയിപ്പോൾ ആകെ ഇതേ ഉള്ളൂ, 2 × 50. 50 × 2 ആണ് കിട്ടുക. അപ്പൊ 100 മീറ്റർ എന്നാണ് കിട്ടുക. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. അപ്പൊ അത് നമ്മുടെ ആൻസറിൽ ഉണ്ടോ നോക്കുക. 100 മീറ്റർ ഉണ്ട്, 100 മീറ്റർ ഉണ്ട്. അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ തെറ്റിയവരൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ തന്നിട്ടുള്ളത് 60 km/h ആണ്. ഒന്നുകൂടെ പറയുന്നു, നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ തന്നിട്ടുള്ള സ്പീഡ് 60 ആണ്, അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്നു. എന്നിട്ട് നമ്മൾ 6 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം പോകുന്നു എന്ന് നോക്കുന്നു. അപ്പൊ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇത് ഒറ്റയടിക്ക് തന്നെ ചെയ്യാം. 6 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു 3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു 20. അപ്പൊ 20 × 5 100. 20 × 5 100. ഒറ്റയടിക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടെ കാണണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമ്മൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്.
ആവറേജ് സ്പീഡ്. അതൊന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ നോട്ട് ചെയ്യണേ, എല്ലാവരും എഴുതിക്കോ. ശരാശരി വേഗത, ആവറേജ് സ്പീഡ്. അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ശരാശരി വേഗത എന്ന് പറയും. എന്താണ് സംഭവം എന്നറിയോ? ഞാൻ ആദ്യം ഇവിടെ നിൽക്കുകയായിരുന്നു, ഞാൻ ഇങ്ങോട്ട് പോയി, ഭയങ്കര സ്പീഡിലാണ് പോയി, 60 km/h പോയത്, ഒരു കാറിൽ പോയി. അത് കഴിഞ്ഞ് ഇവിടെ എത്തി. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കുറച്ചും കൂടെ ദൂരം പോയി വേറെ സ്ഥലത്തേക്ക്. ഇത് ബി ആണ്, ഇത് സി ആണ്. സിയിലേക്ക് പോയി. പക്ഷെ ഇവിടെ പോയപ്പോൾ ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പോയത്, ബ്ലോക്ക് ഉണ്ടായിരുന്നു, 30 km/h. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, എയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ശരാശരി സ്പീഡ് എന്താണ്? അപ്പൊ നമ്മൾ അത് 60 അല്ല, പിന്നെ 30 ആണോ? അതും അല്ല, ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു സ്പീഡായിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 100 km ഉണ്ടെന്ന് വിചാരിച്ചു, 100 km. ഇവിടുന്ന് ഇങ്ങോട്ട് 75 km ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക എന്ന് ഞാൻ പറയുകയാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ്, ആകെ നമ്മൾ സഞ്ചരിച്ച ദൂരം, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇതൊന്ന് നിങ്ങൾ എഴുതി വെക്കണം, പ്രധാനപ്പെട്ട കാര്യമാണ്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ 100ഉം 75, 175 km ഞാൻ പോയി. ഇനി എനിക്ക് എത്ര സമയം എടുത്തു നോക്കുക. ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ എനിക്ക് 1 hour എടുത്തു, ഇവിടെ എന്താ പറയുക, അരമണിക്കൂർ എടുത്തു എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 175നെ എത്ര മണിക്കൂർ എടുത്തു എന്ന് നോക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഒന്ന് രണ്ട് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനത് കൃത്യമായിട്ട് അപ്പൊ പറഞ്ഞുതരും. അപ്പൊ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറയുന്നത്, ആകെ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നോക്കുക, എന്നിട്ട് ആകെ എത്ര ടൈം എടുത്തു എന്ന് നോക്കുക. അപ്പോൾ ആകെ സഞ്ചരിച്ച ലെങ്തിനെ, ടോട്ടൽ ഡിസ്റ്റൻസിനെ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം, അതാണ് എന്ത്, ആവറേജ് സ്പീഡ്. ഓക്കെ, ഒരു ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ അതായിരിക്കും. ഓക്കെ, ഇതും സാധാരണ എക്സാമിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, നമുക്കൊന്ന് നോക്കാം. യെസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്ലാപ്പിൽ നിങ്ങൾ നോക്കിയാൽ മതി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ സൂമിലും കാണാൻ പറ്റും. ഓ സോറി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. യെസ് യെസ്, എല്ലാവരും നോക്കിക്കോളൂ. ഇതാണ് ആവറേജിന്റെ പ്രോബ്ലം. ഒരു സൈക്കിൾ യാത്രക്കാരൻ എന്താ ചെയ്ത്, ട്രാവൽസ് അറ്റ് 10 km/h. അയാൾ സഞ്ചരിക്കുന്ന പിന്നെ സ്പീഡ് ആദ്യം 10 km, എത്ര മണിക്കൂർ, ഫോർ 2 hours, 2 മണിക്കൂർ. ദെൻ 13 km, 13 km 1 hour കൊണ്ടും സഞ്ചരിച്ചു. ദെൻ ഫൈൻഡ് ഹിസ് ആവറേജ് സ്പീഡ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ആവറേജ് സ്പീഡ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഓപ്ഷൻസ് എല്ലാവർക്കും അവരുടെ ഫോണിൽ കിട്ടുന്നുണ്ടാവും. ഒന്ന് കണ്ടുപിടിച്ചിട്ട് ആൻസേഴ്സ് അയക്കും. എത്ര പേര് കറക്റ്റായി ചെയ്തു നോക്കാം. സാധാരണ USSനും NMSനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആകെ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നോക്കുക, അതിനെ ആകെയുള്ള ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈ സൈക്കിൾ യാത്രക്കാരൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദിസ് സൈക്ലിസ്റ്റ്. What is the total distance? Find out the total distance. Then divide that distance by the total time.
നിങ്ങളുടെ സംശയങ്ങളൊക്കെ അവസാനം ചോദിക്കാം. ഇപ്പൊ നമ്മൾ സംസാരിച്ചു പോയാൽ നമ്മൾ വിചാരിച്ച ഭാഗങ്ങൾ എത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ നോട്ട് ചെയ്തോളൂ. ഓക്കെ, അറിയാവുന്നവർ പിന്നെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർ ഞാൻ പറയുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, പെട്ടെന്ന് അയക്കും. നിങ്ങൾക്ക് അറിയാവുന്നത് അയക്കാം. അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ സെലക്ട് ചെയ്യാം. ആൻസർ 10 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്, 13 ഉണ്ട്. നമ്മുടെ പരീക്ഷകളൊക്കെ മിടുക്കന്മാരെ കണ്ടുപിടിക്കാനുള്ള പരീക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യുക, ആൻസർ അയക്കുക. അറിയാത്തവർ വെയിറ്റ് ചെയ്യുക, നമ്മൾ ആൻസർ പറയും. ഓക്കെ, പക്ഷെ അടുത്ത പ്രാവശ്യം നിങ്ങൾ വേഗത്തിൽ ചെയ്യണം. നമ്മൾ ഈ ട്രെയിനിന്റെ പ്രോബ്ലങ്ങൾ വെച്ചിട്ട് കൊണ്ടുള്ള ഒരു ക്വിസ് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വരും. അപ്പൊ അത് തെറ്റാതെ ചെയ്യുക, ഫുൾ മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. ശരി, അപ്പൊ ഞാൻ ആൻസർ പറയാം. കുറെ പേര് ആൻസർ അയക്കാതെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്തിനാണ് അവർ കാത്തു നിൽക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ നോക്കാം. ഓക്കെ, ആൻസർ ഈസ്, എല്ലാവരും സ്ക്രീനിൽ നോക്കിക്കോളൂ. ആൻസർ ഈസ് വെരി ഗുഡ്. 52 ആളുകൾ ശരിയാക്കിയിട്ടുണ്ട്. 11 km/h ആണ്. 11 km/h ആണ് കറക്റ്റ് ആൻസർ. ഇനി എല്ലാവരും നമ്മളുടെ ഈ ഒരു സൂം ഇതിലേക്ക് വരിക. എങ്ങനെയാണ് ഞാനത് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഈ സൈക്കിൾ യാത്രക്കാരൻ ആദ്യം 2 hours അല്ലെ, 2 hours ഈ സ്പീഡിലാണ് പോയത്. ദെൻ പിന്നെ പോയത് 1 മണിക്കൂർ ഈ സ്പീഡിലും പോയി. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ആകെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കാണണം. നോക്കൂ, 2 hours 10 km സ്പീഡിൽ പോയാൽ എത്ര ഡിസ്റ്റൻസ് പോയിട്ടുണ്ടാവും? ഇതാണ് നമുക്ക് D1 ആദ്യം പോയത്. ഇത് D2. അപ്പൊ D1 എന്തായിരിക്കുമെന്ന് നോക്കാം. 10 km 2 മണിക്കൂർ കൊണ്ട് പോകുന്നു. അല്ലെങ്കിൽ 2 മണിക്കൂർ 10 km അല്ല, 10 km/h. ഇത് സ്പീഡാണ്. സ്പീഡ് 1 മണിക്കൂറിൽ അല്ലെ 40 km/h എന്ന് പറയുന്നത് 1 മണിക്കൂറിൽ പോകുന്നതാണ്. അപ്പൊ 2 മണിക്കൂറിൽ എത്ര പോവും? 80 പോയിട്ടുണ്ടാവും. 80 km പോയിട്ടുണ്ടാവും. 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 × 40 ആണ്. അപ്പൊ അതേപോലെ ഇവിടെ എന്തായിരിക്കും? 1 മണിക്കൂറിലാണ് 10 km/h. അപ്പൊ 2 മണിക്കൂറിൽ എന്തായിരിക്കും? 2 × 10. 2 × 10 ആയിരിക്കും. അപ്പൊ 20 km പോയിട്ടുണ്ടാവും. ഇനി D2 എന്താണ്? ആകെ 1 മണിക്കൂറേ പോയിട്ടുള്ളൂ, 13 km. അപ്പൊ ആകെ 13 ഉള്ളൂ. ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇതാണല്ലോ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ഈ 13ഉം ഈ 20ഉം കൂടെ കൂട്ടണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു 33. ടോട്ടൽ ടൈം എത്രയാണ്? ഇവിടെ 2 hours, ഇവിടെ 1 hour. ടോട്ടൽ 3 hours. അപ്പൊ 3 മണിക്കൂർ അവർ ട്രാവൽ ചെയ്തു. 33യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 11 hour. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 11 ആണ്. എങ്ങനെ കിട്ടി? ആകെ എത്ര ദൂരം ട്രാവൽ ചെയ്തു? ഇവിടെ 20 പോയിട്ടുണ്ടാവും. കാരണം 10 km ആണ് 1 മണിക്കൂറിൽ. 2 hours പോകണം. സോ 20. പിന്നെ ഇവിടെ 1 hour ആണ് ഉള്ളത്. 1 hourൽ തന്നെ 13 km സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പൊ 13 ഇവിടെയും വരും. ഈ 13ഉം ഈ 20ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 33. ടോട്ടൽ ഡിസ്റ്റൻസ് 33. ടോട്ടൽ ടൈം 3. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഓർക്കുക. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പൊ ഇവിടെ 33 km പോയി, 3 മണിക്കൂറാണ് എടുത്തത്. അപ്പൊ 33യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് 11 കിട്ടി. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതേപോലെ തന്നെ ആവറേജ് സ്പീഡാണ്. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആവറേജ് സ്പീഡ് ചെയ്യുന്നത്. യെസ്, എ ട്രെയിൻ കവേർഡ് ഫസ്റ്റ് 120 km at a speed of 20 km/h. അതായത്
120 കിലോമീറ്റർ ഓടുന്നത് ഈ സ്പീഡിലാണ്. പിന്നെയോ, പിന്നെ ട്രെയിൻ 180 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, അത് 45 കിലോമീറ്റർ പെർ അവർ ആണ്. എന്നിട്ട് നമ്മൾ ആവറേജ് സ്പീഡ് കാണണം. നല്ലോണം വായിക്കുക, സ്വന്തമായിട്ട് ആലോചിക്കുക, എന്നിട്ട് ചെയ്യും. ഓക്കെ, ഐശ്വര്യ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്യാൻ വി ഡു ദിസ് ലൈക്ക് 2 ഇൻറ്റു ഫസ്റ്റ് സ്പീഡ് പ്ലസ് 2 ഇൻറ്റു സെക്കൻഡ് സ്പീഡ്? 2 ഇൻറ്റു സെക്കൻഡ് സ്പീഡ് അല്ല. ഓക്കെ ഓക്കെ, പ്ലസ് 1 പ്ലസ് 2. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, അത് ചെയ്യാൻ പറ്റും. അതായത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കട്ടോ മുകളിലുള്ള ബൈ ടൈം രണ്ടും കൂടെ കൂട്ടിയിട്ട് താഴെ. നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ ഐഡിയകൾ ഉണ്ടാക്കുക. ഞാൻ അതിന്റെ ജനറൽ ആയിട്ടുള്ള പറയുന്നു. നിങ്ങൾ സ്പീഡ് കൂട്ടുക. ഇത് ചെയ്ത് ചെയ്ത് സ്പീഡ് വർദ്ധിപ്പിക്കും. ഇനി ഓരോ പരീക്ഷയുടെയും നിങ്ങളുടെ മാർക്കുകൾ ഞാൻ നോക്കും. നല്ല പെർഫോമൻസ് ഉള്ള കുട്ടികളെ പ്രത്യേകം നമ്മൾ സ്കൂളിൽ വിളിച്ച് ക്ലാസ് എടുക്കും. സ്കൂളിൽ ഒരുപാട് കുട്ടികളെ ഇരുത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പേരെയാണ് സെലക്ട് ചെയ്യുക. അപ്പൊ അതിൽ പെടണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കുറച്ച് പേര് ആൻസർ അയച്ചിട്ടുണ്ട്. 30 പേര് അയച്ചിട്ടുണ്ട്. വേഗം വേഗം അയച്ചോളൂ. ഓപ്ഷൻ ചെക്ക് ചെയ്താലും ചെയ്തത് മാറിപ്പോയി. ഓക്കെ ഓക്കെ ഓക്കെ, തെറ്റിയവരൊക്കെ എവിടെയാണ് തെറ്റിയതെന്ന് നോക്കുക. അടുത്ത പ്രാവശ്യം കറക്റ്റ് ആയിട്ട് ചെയ്യുക. ആൻസറിന്റെ ഓപ്ഷൻസ് സൂമിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. 24 കിലോമീറ്റർ പെർ അവർ, 25 കിലോമീറ്റർ പെർ അവർ, 30 കിലോമീറ്റർ പെർ അവർ, 36 കിലോമീറ്റർ. എപ്പോഴും കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇതാണ് ആവറേജ് സ്പീഡ്. ഇന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഉള്ളത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. നാളെ നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് എടുക്കുക. മാത്സ് ആണോ എന്ന് ചോദിക്കും. ചില ദിവസങ്ങൾ മാത്സ് ആയിരിക്കും, ചില ദിവസങ്ങളിൽ സയൻസ് ആയിരിക്കും. മെന്റൽ എബിലിറ്റി തൽക്കാലം USS കഴിഞ്ഞതിന് ശേഷമേ എടുക്കൂ. കാരണം ഇതിപ്പോ ഇങ്ങനെ പറയാനുള്ള കാരണം, ഇപ്പൊ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് USSനും ഗുണം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇത് കൂടുതൽ എടുക്കുന്നത്. ഇപ്പോ USS കഴിഞ്ഞിട്ട് മെന്റൽ എബിലിറ്റി എടുക്കും. കാരണം നമ്മുടെ മെന്റൽ എബിലിറ്റി USSന് ചോദിക്കാത്തതായതുകൊണ്ട് നമ്മളിപ്പോ സബ്ജക്റ്റ് ആണ് ഇപ്പൊ എടുക്കുന്നത്. അതായിരിക്കും നിങ്ങൾക്ക് USSന് കുറച്ചും കൂടെ ഗുണം ചെയ്യുക. മാത്സ് ഒക്കെ പ്രത്യേകിച്ചും ഗുണം ചെയ്യും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ആൻസർ പറയാമെന്ന് തോന്നുന്നു. അടുത്ത ദിവസം നിങ്ങൾ കുറച്ചും കൂടെ സ്പീഡിൽ ചെയ്യണം. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പരീക്ഷയായിട്ട് തരും. ഓക്കെ, ശരി, നമുക്ക് ആൻസർ പറയാം. ആൻസർ ഈസ്, എല്ലാവരും നോക്കിക്കോളൂ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് അയക്കണം. ആൻസർ ഈസ് വെരി ഗുഡ്. 51 പേരാണ് കറക്റ്റ് ചെയ്തത്. അപ്പൊ തെറ്റിയവരൊക്കെ അതൊന്ന് പഠിക്കണം. പിന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഇത് ശരിക്ക് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അവരോടും കൂടെ ചോദിച്ചിട്ട് പഠിക്കണം. ഓക്കെ, അടുത്ത ദിവസം ഞാൻ ഓരോ ക്ലാസ്സിലുള്ള കുട്ടികളെ തെരഞ്ഞു വരും. കൂടുതൽ മാർക്കുള്ള കുട്ടികളെ തെരഞ്ഞു വരും സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവരോട് കുറെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരോട് നിങ്ങൾ ചോദിച്ചാൽ മതി ആൻസർ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നോക്കുക. യെസ്, അപ്പൊ 30 നമ്മുടെ ആൻസർ. എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കണം. എല്ലാവരും നോക്കിക്കോളൂ സൂമിൽ. അതായത് 120 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇത് സ്പീഡല്ല, ഡിസ്റ്റൻസ് ആണ്. പിന്നെ 180 കിലോമീറ്റർ അടുത്ത ട്രിപ്പിൽ പോയി. അപ്പൊ ആദ്യം 120 പോയി, പിന്നെ 180 പോയി. അപ്പൊ നമുക്ക് നോക്കാം ടോട്ടൽ ഡിസ്റ്റൻസ്, ആകെ സഞ്ചരിച്ച ദൂരം ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ കൂട്ടേണ്ടി വരും. ഏതൊക്കെ കൂട്ടണം? 120ഉം 180ഉം കൂട്ടേണ്ടി വരും. കാരണം നേരത്തെ കഴിഞ്ഞ കണക്കിൽ നമ്മൾ സ്പീഡാണ് തന്നിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഡിസ്റ്റൻസ് ദൂരമാണ് തന്നിട്ടുള്ളത്. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 300 കിലോമീറ്റർ ട്രെയിൻ പോയിട്ടുണ്ട്. ഇനി ഓരോന്നും ആകെ എത്ര ടൈം പോയിട്ടുണ്ട് എന്ന് നോക്കണം.
അതറിയാൻ വേണ്ടി ഈ D1ന്റെ ഈ ഫസ്റ്റത്തെ ട്രിപ്പിന്റെ, ഇത് ട്രിപ്പ് 1 ആണ്, അതിന്റെ സ്പീഡ് കാണണം. സ്പീഡ് എങ്ങനെ കാണും? അതിന്റെ സ്പീഡ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സ്പീഡ് ഫസ്റ്റത്തെ S1 സ്പീഡ് കാണണം. എങ്ങനെ കാണും? ഈ ദൂരത്തിന് ഡിസ്റ്റൻസിന് സ്പീഡല്ല ടൈമാണ് കാണേണ്ടത്. സ്പീഡല്ല ടൈം കാണണം. അപ്പൊ ടൈം കാണാൻ വേണ്ടി സ്പീഡല്ല, നമുക്ക് ടൈമാണ് കാണേണ്ടത്. T1 ഫസ്റ്റത്തെ ടൈം. ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിസ്റ്റൻസിന് സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 120നെ നമ്മൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് 6 മണിക്കൂർ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ട്രിപ്പ് 180 ആണ്. അതിന്റെ സ്പീഡ് എത്രയാ? 45. അപ്പൊ അവിടുത്തെ ടൈം എന്താണ് എന്ന് നോക്കുന്നു. അതെന്താണ്? 180നെ 180 45 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇതും ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക എത്രയാണെന്ന് അറിയാം? 4 ആയിരിക്കും. കാരണം 45ന്റെ ഡബിൾ ഇരട്ടി എന്ന് പറയുന്നത് 90 ആണ്. 90യുടെ ഡബിൾ ആണ് 180. ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാതെ വേറെ രീതിയിൽ ചെയ്യാം. 45നെയും 180യെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യ ഏതാന്ന് നോക്കുക. 9 ആണ്. 9 കൊണ്ട് 180 ഡിവൈഡ് ചെയ്താൽ 20 കിട്ടും. 9 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. ആ 5ഉം 20യും വീണ്ടും ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 4 കിട്ടും. 20/5 ഈസ് 4. അപ്പൊ നമുക്ക് 4 കിട്ടും. ഇപ്പൊ 2 ടൈം കിട്ടി. ഒന്ന് 4, ഒന്ന് 6. രണ്ടും കൂടെ കൂട്ടിയാൽ 10 ആയിരിക്കും. അപ്പൊ ടോട്ടൽ കിലോമീറ്റർ 300, ടോട്ടൽ ടൈം 10 അവർ. അപ്പൊ 300നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു, എഴുതി വെച്ചോളൂ, ആവറേജ് സ്പീഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ടോട്ടൽ D ബൈ ടോട്ടൽ ടൈം. അപ്പൊ എത്രയാ? 300നെ 10 കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ 6 മണിക്കൂറുണ്ട്, ഇവിടെ 4 മണിക്കൂറുണ്ട്. അപ്പൊ 6 4 10. അപ്പൊ നമുക്ക് 30 എന്നാണ് കിട്ടുക. 30 കിലോമീറ്റർ പെർ അവർ എന്നാണ് ആൻസർ കിട്ടുക. അത് തന്നെയാണോ കിട്ടിയതെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, തെറ്റിയിട്ടുണ്ടോ? 30 കിലോമീറ്റർ. യെസ്, കറക്റ്റ് ആണ്. 30 കിലോമീറ്റർ പെർ അവർ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 30 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ എന്തൊക്കെ ചെയ്ത് നമ്മൾ ആകെ എത്ര ദൂരം ഈ ട്രെയിൻ പോയി എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അത് 300 ആണ്. പിന്നെ ഓരോന്നിൻ്റെയും ടൈം കൂട്ടി. ആദ്യത്തേന് എത്ര ടൈം? 6 മണിക്കൂർ. രണ്ടാമത്തേന് എത്ര ടൈം? 4 മണിക്കൂർ. അപ്പൊ ടോട്ടൽ 10 അവേഴ്സ്. അപ്പൊ 300നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഇതിൽ നിന്ന്. പിന്നെ 1-2 ചെറിയ കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറയാനുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എല്ലാവരും നോക്കിക്കോളൂ. ഇതൊരു സ്പെഷ്യൽ കേസാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര. അതായത് ആദ്യം ഓഫീസിൽ നിന്ന് ക്ലാസ്സിലേക്ക് പോയി, പിന്നെ ക്ലാസ്സിൽ നിന്ന് തിരിച്ചും പോന്നു. അതിന് ഇതിനൊരു പ്രത്യേക ഇക്വേഷൻ ഉണ്ട്, അത് ഞാൻ പറയും. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. അതിനുശേഷം ഞാൻ ഇക്വേഷൻ പറയാം. അപ്പോ ഇതൊരു വളരെ പ്രധാനപ്പെട്ടതാണ്. ചില കുട്ടികൾക്ക് മനസ്സിലാവാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അവര് ഈ വീഡിയോ പിന്നെയും പിന്നെയും കാണണം. ഈ ചോദ്യം വീണ്ടും വീണ്ടും ചെയ്യണം. ഇത് കഴിയുമ്പോൾ ആർക്കാണ് ഇതുവരെയുള്ളതിൽ ടോപ്പ് മാർക്ക് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഡിസ്റ്റൻസ് ഒന്നും തന്നിട്ടില്ല, ഇല്ലല്ലോ. ഓൺ മൈ വേ ഫ്രം ഓഫീസ് ടു ക്ലാസ് ഐ ഡ്രോവ്. സ്പീഡ് മാത്രമേ തന്നിട്ടുള്ളൂ. എത്ര മണിക്കൂർ, എത്ര സമയം എടുത്തു എന്നും നമുക്കറിയില്ല. എത്ര സമയം കൊണ്ടാണ് പോയതെന്നും അറിയില്ല. അങ്ങനെ ചെറിയ പ്രശ്നം ഇവിടെയുണ്ട്. അപ്പൊ ഈ ടൈപ്പ് ചോദ്യം വന്നാൽ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് സമയവും തന്നിട്ടില്ല, ഡിസ്റ്റൻസും തന്നിട്ടില്ല, ആകെ തന്നിട്ടുള്ള സ്പീഡ് മാത്രമാണ്. ഓക്കെ, ഈ ടൈപ്പ് ചോദ്യം വന്നാൽ നമ്മളൊരു പുതിയ ഫോർമുല ഉപയോഗിക്കണം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മുഹമ്മദ് അഷ്മൽ എന്ന
മുഹമ്മദ് അഷ്മൽ എന്താ പറയാനുള്ളത്? ഇല്ല. ഫാത്തിമ ഹുസ്ന. ഫാത്തിമ ഹുസ്ന പറയൂ, എന്താണ് സംശയം ഉണ്ടോ? പറഞ്ഞോളൂ. ഫാത്തിമ ഹുസ്ന, ഒന്നും ക്ലിയർ കേൾക്കുന്നില്ലല്ലോ. ഒന്നും കേൾക്കുന്നില്ല. ഓഫ് ചെയ്തോളൂ, ഓഫ് ചെയ്തോളൂ, ഓഫ് ചെയ്തോളൂ. വരദ പറയൂ. ആ പറയൂ. മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും 2 ക്വസ്റ്റ്യൻ ആണ്. 40 കിലോമീറ്റർ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും 45 കിലോമീറ്റർ. ഏത് നേരത്തെ അല്ല? ആ ഓക്കെ, അങ്ങനെ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അത് 40 അല്ല, ഇവിടെ 40 അല്ല, ഇവിടെ 45 ആണ്. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളതിൽ 45 ആണ് കേട്ടോ, 40 അല്ല. ഞാൻ മാറ്റിയിട്ടുണ്ട്. 40 അല്ല, 45 ആണ്. ഇംഗ്ലീഷ് മീഡിയംകാർ ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ ട്രാവൽ 30യും രണ്ടാമത് 45 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. യെസ്, നോക്കിക്കോളൂ. ഉത്തരങ്ങൾ 36 ഉണ്ട്, 30 ഉണ്ട്, 35 ഉണ്ട്, 45 ഉണ്ട്. തെറ്റിപ്പോയതാണ്, ടൈപ്പ് ചെയ്യുമ്പോൾ വന്ന മിസ്റ്റേക്കാണ്. ഒന്ന് 30യും രണ്ടാമത് 45 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ പറയാം. കുറെ സമയം എടുത്തിട്ട് കാര്യമില്ല. അറിയാവുന്നവരെ അയച്ചിട്ടുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. യെസ്, അതായത് ഇക്വേഷൻ പറഞ്ഞതിന് ശേഷം ഉത്തരം പറയാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇതാണ് പ്രശ്നം. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അതായത് ഓഫീസിൽ നിന്ന് സ്കൂളിലേക്ക് പോയി. ഇത് എത്ര ദൂരം പോയി എന്ന് നമുക്ക് അവരോട് പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞ എന്താണ്, ഇങ്ങോട്ട് പോയത് 30 km/h. പിന്നെ അവിടുന്ന് വേറെ ദൂരം ഒന്നും പോയില്ല, തിരിച്ചു അവിടുന്ന് ഇങ്ങോട്ടും പോകുന്നു. കറക്റ്റ് ദൂരം ഈക്വൽ ആണ്. അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത് 45 km/h. അതായത് ദൂരം സെയിം ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അങ്ങനെയുള്ള പിന്നെ യാത്രകൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അതായത് ദൂരം സെയിം ആവുക, ദൂരം ഡിഫറെൻ്റ് അല്ല. അങ്ങോട്ട് പോയാൽ അതേ ദൂരം തന്നെ ഇങ്ങോട്ടും പോരുന്നുണ്ടോ, പക്ഷെ സ്പീഡ് വ്യത്യാസമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഇക്വേഷൻ അതിനായിട്ട് ഉപയോഗിക്കുകയാണ്, 2ab/a+b. ഇതാണ് നമ്മൾ അതിനുള്ള ഉപയോഗിക്കുന്ന ഇക്വേഷൻ. എഴുതി വെച്ചോളൂ. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ സ്പീഡ്, ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്പീഡ്. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്. അതങ്ങ് പഠിച്ചാൽ വളരെ പെട്ടെന്ന് കിട്ടും. അതെങ്ങനെ കിട്ടി എന്നൊക്കെ പിന്നീട് നമുക്ക് പറയാം, അപ്പം അതിന് സമയമില്ലല്ലോ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ സ്പീഡ്, ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്പീഡ്. 2ab/a+b. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. 2 × 30 × രണ്ടാമത്തെ 45 ab ബൈ a+b. a+b എന്ന് പറഞ്ഞാൽ 30യും 45ഉം കൂടെ കൂട്ടണം. ഇത് രണ്ടും കൂടെ കൂട്ടണം. ഓക്കെ, അപ്പൊ നമ്മളിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയ ആദ്യം ഈ അടിയിലുള്ള കൂട്ടുക, മുകളിലുള്ള മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് വെട്ടി ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. 2 × 30 × 45 ബൈ താഴെയുള്ളത് കൂട്ടുക, 75 ആയിരിക്കും. ഇനി നമ്മൾ നോക്കുകയാണ്, ഏതെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ? കട്ട് ചെയ്യാൻ പറ്റും. ഏതിനെ പറ്റും? ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 75നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 7ൽ ഒരു 5 ഉണ്ടാവും, ബാക്കി 25 ആയിരിക്കും. 25ൽ 5 ഉണ്ടാവും അല്ലെ? 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ആദ്യം 7നെ ഡിവൈഡ് ചെയ്തു, then we got 1, റിമൈൻഡർ 2. ആ 2 അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. 2 5 25 ആയിരിക്കും. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പൊ 5. ഇനി 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 ആയിരിക്കും കിട്ടുക. 45നെ ഒന്നിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി 15ഉം 30യും കൂടെ കട്ട് ചെയ്യാം. 15 കൊണ്ട് 30യെ ഡിവൈഡ് ചെയ്യാം, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. ഇനി താഴെ ഒന്നുമില്ല, അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലുള്ളത് ഓരോന്നോരോന്ന് മൾട്ടിപ്ലൈ ചെയ്യും. ഏതൊക്കെയാണ്? 2 × 2 × 9. 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 9 is 36.
അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 36. ഓക്കെ, ആൻസർ ഈസ് 36. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കിട്ടണ്ടേ? യെസ്, ഇപ്പൊ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ 36 ആണ്. ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻ പ്രത്യേകം ഓർക്കുക, എല്ലാവരും എഴുതി വെക്കുക. 2ab/a+b, അതായത് ഒരേ ദൂരം അങ്ങോട്ടും പോവാ അങ്ങോട്ടും പോവാ. അങ്ങനെ വന്നാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ സാധാരണ പോലെ നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ ഉണ്ട്, എന്തായിരുന്നു? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇതാണ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ കുറെ ചോദ്യങ്ങൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും പരീക്ഷക്ക്. അങ്ങനെ പരീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഏത് സ്കോളർഷിപ്പ് പരീക്ഷയും കിട്ടും, PSC പരീക്ഷ പോലും കിട്ടും, പ്രത്യേകിച്ചും ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ശരി. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതിലുണ്ടോ നോക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉണ്ടായിക്കോ, ഇത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. വേറൊരു കാര്യം, യെസ്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടില്ല. ഇതൊന്ന് ചെയ്യണം. എല്ലാവരും നോക്കിക്കോളൂ. എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് 60 km/h. ഒരു മിനിറ്റ്, ഇപ്പൊ നമ്മൾ ആരാണ് ടോപ്പ് നോക്കട്ടെ. ഒരു മിനിറ്റ്. ഓ മൈ ഗോഡ്, എല്ലാവരും കൂടെ. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നസൽ കെ, 8M, 10 points. വെരി ഗുഡ്. നോക്കാം. ആവണി കൃഷ്ണ, മുഹമ്മദ് മിഥിലാജ്, ലിബ, ഒക്കെ സിയ ഫാത്തിമ. അത് പിന്നെ നോക്കാം നമുക്ക്. നമ്മളിപ്പോ തൽക്കാലം ക്വസ്റ്റ്യനിലേക്ക് വരാം. യെസ്, എല്ലാവർക്കും ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാവും, ഗൂഗിൾ ആപ്പിലും കാണുന്നുണ്ടാവും. വേഗം ഒന്ന് വായിച്ചു നോക്കുക. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. തെറ്റിയവരൊന്നും പ്രയാസപ്പെടണ്ട, നമ്മളിപ്പോ പഠിക്കുകയാണല്ലോ, അപ്പൊ അത് തെറ്റും. പക്ഷേ ഇനി നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തെറ്റുന്ന ചോദ്യങ്ങളൊക്കെ മാർജിനിൽ പ്രത്യേകം നോട്ട് ചെയ്യുക. അവിടെ എന്തെങ്കിലും ഒരു മാർക്ക് ചെയ്ത് തെറ്റിയതാണ്, ഇമ്പോർട്ടൻ്റ് എന്നോ ഒക്കെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വെക്കുക. ഒരു പ്രാവശ്യം തെറ്റിയതുകൊണ്ട് കുഴപ്പമില്ല, വീണ്ടും തെറ്റരുത്. ഹിബ മഹദിയ, എന്താണ് ഹിബ പറയൂ. ഹിബ പറയൂ, എന്തിനാണ് ഹാൻഡ് റൈസ് ചെയ്തതെന്ന് പറയൂ. ട്രെയിൻ ട്രാവലിംഗ് അറ്റ് 60 km/h ക്രോസസ് അനദർ ട്രെയിൻ. അതായത് രണ്ട് ട്രെയിൻ ഇങ്ങനെ പോവാണ്. ഒന്നാമത്തെ 60 km, രണ്ടാമത്തെ 24. 30 സെക്കൻഡ് കൊണ്ടാണ് അത് ക്രോസ് ചെയ്യുന്നത്, രണ്ടും കടന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ചോദ്യം? ആ ട്രെയിനിന്റെ ആകെ നീളം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. രണ്ട് ട്രെയിനും കൂടെ കൂട്ടിയാൽ എത്ര ദൂരം, എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? അപ്പൊ നമുക്കൊന്ന് നോക്കാം. ആൻസർ 60 തന്നിട്ടുണ്ട്, 100 തന്നിട്ടുണ്ട്, 200, 300. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയുന്ന എടുത്തോളൂ, ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാം. അതിനുശേഷം ഞാൻ കൃത്യമായിട്ട് പറയാം, എന്നിട്ട് ഞാൻ ആൻസർ പറയാം. ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നമ്മളിപ്പോൾ ട്രെയിനുമായി ബന്ധപ്പെട്ട് ഒരുവിധം എല്ലാ ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം പറ്റുന്ന ഏതെങ്കിലും ഒന്ന് ഉത്തരം അറിയില്ലെങ്കിൽ അറിയാവുന്ന ഒന്ന് നമ്പർ എടുക്കുക. യെസ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ, അതിനുശേഷം ഞാൻ ആൻസർ പറയാം. നമ്മൾ പറഞ്ഞു ഒരാൾ ഇവിടെ നിൽക്കുന്നു, ഒരു ട്രെയിൻ ഇങ്ങനെ വരുന്നു, ട്രെയിൻ അയാളുടെ സൈഡിൽ കൂടെ പോവുകയാണ്. അപ്പോൾ ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് ട്രെയിൻ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും. ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് ട്രെയിൻ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും. ക്ലിയർ? അതായത് ഇത്രയും ഇവിടെ നിന്ന് ട്രെയിൻ കടന്നു പോയാൽ ട്രെയിനിൻ്റെ നീളം എത്ര ദൂരം എന്താ പറയുക, ഈ ട്രെയിൻ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്
ഇതാണ് ഡിസ്റ്റൻസ്. അത് കറക്റ്റ് ആയിരിക്കും, ട്രെയിനിന്റെ നീളം തന്നെ ആയിരിക്കും. ഓക്കെ, ഒരാളെ കടന്നു പോകുമ്പോൾ. ഇനി അതേപോലെ തന്നെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ഇലക്ട്രിക് പോസ്റ്റ്, അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കും. ഒരു ട്രെയിൻ ഇങ്ങനെ വരുന്നു, ആ ട്രെയിൻ കടന്നുപോയി. കടന്നുപോയ ട്രെയിനെ ഞാൻ വേറെ കളറിലാണ് വരക്കുന്നത്. ഇവിടെ എത്തി. അപ്പോൾ അത് കടന്നു പോയതും ഈ ഡിസ്റ്റൻസും ട്രെയിനിന്റെ ലെങ്ത് ആയിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ 2 ട്രെയിൻ ഉണ്ട് എന്ന് വിചാരിക്കാം. 2 ട്രെയിൻ ഉണ്ട്. ഒരു ട്രെയിൻ ഇങ്ങോട്ട്, പിന്നെ വേറൊരു ട്രെയിൻ ഇതിലേയും പോകുന്നു, രണ്ടാമത്തെ ട്രാക്കിലൂടെ. അപ്പോൾ എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇതിപ്പോൾ ഒരു ട്രെയിൻ ഇങ്ങനെ പോവുകയാണ്. ട്രെയിനിന്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഒന്നും കൂടെ നന്നാക്കി വരക്കാം. ഇപ്പോൾ ട്രെയിനിന്റെ ബോഗി അല്ലേ, പിന്നെ ഓരോരോ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ബോഗികൾ ഉണ്ടാവും. അപ്പൊ ട്രെയിൻ ആകെ സഞ്ചരിച്ച ദൂരം, ഇതൊരു ട്രെയിൻ. ഇനി വേറൊരു ട്രെയിനുണ്ട്. നെറ്റ് പ്രോബ്ലം വന്നോ? വാട്ട് ഹാപ്പൻ? ഓക്കെ, ശരി. അപ്പോ നോക്കുക, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഒന്ന് മെസ്സേജ് അയക്കും. ഇതിൻ്റെ ഇടയിൽ നെറ്റ് ഒന്ന് കട്ടായിരുന്നു. ചാറ്റ് ബോക്സിൽ അയച്ചാൽ മതി. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ എന്ന് കേൾക്കുന്നില്ലേ? യെസ്, കേൾക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയിൽ നെറ്റ് ഒന്ന് കട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ട്രെയിൻ ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ ഈ ട്രെയിൻ സഞ്ചരിച്ച ടോട്ടൽ ദൂരം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത്തും ഇതിന്റെ ലെങ്ത്തും കൂടെ കൂട്ടേണ്ടതാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് ഈ ട്രെയിനിന്റെ ലെങ്ത്തും ഈ ട്രെയിനിന്റെ ലെങ്ത്തും കൂട്ടിയതായിരിക്കും. ഓക്കെ, അപ്പോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിലും ട്രെയിൻ, കാരണം ഇപ്പോൾ ഇതിപ്പോൾ രണ്ടൊരു സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ട്രെയിൻ കടന്ന് ഈ ട്രെയിൻ ഇത്രയും ദൂരം വരണം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ലെങ്ത് കൂട്ടിയതായിരിക്കും. ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. രണ്ടും ഒരു സൈഡിലേക്കാണ് പോകുന്നത്. ഫസ്റ്റത്തെ ട്രെയിൻ പോകുന്നത് എത്ര സ്പീഡാണ്? സ്പീഡ് ഒന്ന് നോക്കാം. ഫസ്റ്റത്തെ ട്രെയിൻ പോകുന്നത് 60 കിലോമീറ്ററിലും രണ്ടാമത്തെ ട്രെയിൻ പോകുന്നത് 24 കിലോമീറ്ററിലുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കൂ, ആദ്യത്തെ ട്രെയിൻ പോകുന്നത് 60 കിലോമീറ്ററിലാണ്, രണ്ടാമത്തെ ട്രെയിൻ പോകുന്നത് 24 കിലോമീറ്റർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ബസ്സിൽ പോവുകയാണ്, ഒരു സ്ഥലത്ത് ഇങ്ങനെ പോവുകയാണ്, ബസ് അത്യാവശ്യം സ്പീഡുണ്ട്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ ഒരു കാറുണ്ട്, കാറും അത്യാവശ്യം സ്പീഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബസ്സിന് കാറിനെ ഓവർടേക്ക് ചെയ്യാൻ കുറച്ച് അധികം സമയം എടുക്കും. എന്ന് പറഞ്ഞാൽ അവിടെ എഫക്റ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ രണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ 60 കിലോമീറ്റർ സ്പീഡ് ആവില്ല, യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാവില്ല. നമുക്കറിയാം, നമ്മളെ മുന്നിൽ പോകുന്ന വണ്ടി നല്ല സ്പീഡിലാണെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ ഭയങ്കര പ്രയാസമാവും. കാരണം എന്താ, നമ്മളുടെ വണ്ടിക്ക് എത്ര സ്പീഡ് ഉണ്ടെങ്കിലും ആ സ്പീഡ് അവിടെ കിട്ടില്ല, കാണൂല. അതെന്തുകൊണ്ടാണ്? അത് ഒന്ന് ഈ സ്പീഡിലും ഒന്ന് 24ലും പോകുന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അവിടെ എഫക്റ്റീവായിട്ട് യഥാർത്ഥത്തിൽ കിട്ടുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്തതാണ്. പ്രത്യേകം ഓർക്കുക, രണ്ടും ഒരേ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ മാത്രം. അപ്പൊ നമുക്ക് മൈനസ് ചെയ്താൽ നമുക്ക് 36 കിലോമീറ്റർ പെർ അവർ സ്പീഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. കാരണം 60 24 മൈനസ് ചെയ്തു. അപ്പൊ ഈ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 36 കിലോമീറ്റർ പെർ അവർ മാത്രമാണ്. രണ്ടും കൂടി ഓടുമ്പോഴുള്ള സ്പീഡ് എന്ന് പറയുന്നത് 36ആണ്. എങ്ങനെയാണ് കിട്ടിയത്? ഫസ്റ്റത്തേന്റെ സ്പീഡിൽ നിന്ന് രണ്ടാമത്തേന് കുറക്കേണ്ടി വന്നു, കാരണം ഒരേ സൈഡിലേക്കാണ് പോകുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, 36 വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് 36 വെച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 60 നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അതിന്റെ ഒരു വണ്ടി നല്ല സ്പീഡിൽ പോകുന്നുണ്ട്, വേറെ വണ്ടിയും പോകുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തതിന്റെ സ്പീഡിൽ നിന്ന് രണ്ടാമത്തെ കുറക്കുമ്പോഴാണ് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള സ്പീഡ് കിട്ടുക. ക്ലിയർ? അപ്പോൾ 36 കിട്ടി. ഇനി ആ 36 ആണ് എഫക്റ്റീവ് ആയിട്ടുള്ള സ്പീഡ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുന്നു. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ എഫക്റ്റീവ് സ്പീഡ് 36 ആണെന്ന് നമ്മൾ പറഞ്ഞു, 36 കിലോമീറ്റർ പെർ അവർ. ഇനി എന്താണ്? 30 സെക്കൻഡ് കൊണ്ടാണ് കടന്നു പോകുന്നത്. 30 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നു. അപ്പൊ നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം, എന്നാലല്ലേ 30 സെക്കൻഡ് കൊണ്ട് ഗുണിക്കാൻ പറ്റുള്ളൂ. 30 സെക്കൻഡ് കൊണ്ട് ഗുണിക്കണമെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 5/18 കൊണ്ട് ഗുണിക്കണം. 5/18 കൊണ്ട് ഗുണിക്കുമ്പോൾ 36 നിങ്ങൾക്ക് 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 × 5 ഈസ് 10.
10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് 1 സെക്കൻഡിൽ 10 മീറ്റർ പോകും. ഇവിടെ 30 സെക്കൻഡ് ഉണ്ട്. അപ്പൊ 30 സെക്കൻഡ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? ഇതിനെ ഈ സ്പീഡിനെ നിങ്ങൾ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? സമയം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് 10 ആണ്, 30 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ടോട്ടൽ സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? 300 മീറ്റർ ആയിരിക്കും. ക്ലിയർ? 300 മീറ്റർ ആയിരിക്കും ആകെ സഞ്ചരിക്കുന്ന ദൂരം. നോക്കാം, നമുക്ക് കറക്റ്റ് ആണോ നോക്കാം. കറക്റ്റ് ആണോ നോക്കാം. യെസ്, ആകെ 20 പേര് മാത്രമേ ഉള്ളൂ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട്. ബാക്കി ഒരുപാട് പേര് തെറ്റിച്ചിട്ടുണ്ട്. തെറ്റി വെച്ചവരൊക്കെ ശ്രദ്ധിക്കാൻ ഞാൻ ഒന്നുകൂടെ പറയുന്നു. അതായത് 2 വണ്ടികൾ ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ, ഇത് 60-ലും ഇത് 24-ലും പോവുകയാണെങ്കിൽ, രണ്ടിന്റെയും സ്പീഡ് എന്ന് പറയുന്നത് ഈ 60 ഉണ്ടാവില്ല, 24 ഉണ്ടാവില്ല, പകരം ഡിഫറൻസ് ആയിരിക്കും. 36 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോ നിങ്ങൾ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി 5/18 കൊണ്ട് ഗുണിച്ചു മീറ്റർ പെർ സെക്കൻഡ് ആക്കി. അപ്പൊ നിങ്ങൾക്ക് 10 എന്ന് കിട്ടി. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആ സ്പീഡിനെ സമയം കൊണ്ട് ഗുണിച്ചു, കാരണം സെക്കൻഡ് ആണല്ലോ. അപ്പൊ 300 മീറ്റർ എന്ന് കിട്ടി. ഇതാണ് ശരിയായ ഉത്തരം. ഇനി ഈ ട്രെയിൻ ഒരേ സൈഡിലേക്ക് പോകുന്നതിന് വരെ ഇങ്ങോട്ടാണ് പോരുന്നതെന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു കാറിൽ അങ്ങോട്ട് പോകുന്നു, വേറൊരു ബസ് ഇങ്ങോട്ടും പോരുന്നു, പെട്ടെന്ന് പാസ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഇത് രണ്ടും ഡിഫറൻസ് കാണുകയല്ല വേണ്ടത്, ഇത് രണ്ടും കൂടെ കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ഭയങ്കര സ്പീഡിലായിരിക്കും, പെട്ടെന്ന് രണ്ടും ക്രോസ് ചെയ്യാം. അപ്പൊ അതിന്റെ അർത്ഥം ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ ഡിഫറൻസ് കണ്ടുപിടിച്ചു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ പ്ലസ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ 2 ട്രെയിനും പോകുന്നതെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് രണ്ടും കൂടെ കൂട്ടി കിട്ടുന്നതാണ്. അപ്പൊ 84 കിലോമീറ്റർ സ്പീഡിലായിരിക്കും വണ്ടി പോവുക. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കടന്നു പോകും. നമ്മൾ അങ്ങോട്ട് മെല്ലെയാണ് പോകുന്നത്, മറ്റേത് ഇങ്ങോട്ടും വരുന്നു, അപ്പൊ ഭയങ്കര സ്പീഡിലായിരിക്കും കടന്നു പോവുക. കാരണം വെച്ചാൽ രണ്ടിന്റെയും സ്പീഡ് കൂട്ടേണ്ടി വരും. അപ്പൊ അതാണ് ശ്രദ്ധിക്കുക. അപ്പൊ ഇനി 1-2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഞാൻ പറഞ്ഞ കാര്യം, അതായത് ഒരു പോസ്റ്റിനെ ട്രെയിൻ കടന്നു പോകുമ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയാൻ ട്രെയിനിന്റെ നീളം നോക്കിയാൽ മതി. പിന്നെ 2 ട്രെയിൻ ഉണ്ടെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത്തും കൂടെ കൂട്ടിയതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പാലം ഉണ്ട് എന്ന് വിചാരിക്കാം. നമ്മൾ അങ്ങനത്തെ ചോദ്യം ചെയ്തിട്ടില്ല. പാലം, അപ്പൊ ട്രെയിൻ ഇങ്ങനെ വന്നു, പിന്നെ ട്രെയിൻ കടന്നു പോകണം. അപ്പൊ ആകെ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങ് തുടങ്ങും അല്ലേ, ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങും, എന്നിട്ട് ഇത് വാല് കടന്നു പോകുന്നവരെ ഉണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും ദൂരം സഞ്ചരിക്കണം. അപ്പൊ എന്തൊക്കെയാണ്? ട്രെയിനിന്റെ നീളം, ഇതിന്റെ ലെങ്ത് പ്ലസ് ബ്രിഡ്ജിന്റെ ലെങ്ത്. ഇതുണ്ടാവില്ല, ഈ ഭാഗം നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല, ഇത്രയും ഭാഗം കൂട്ടേണ്ടി വരും. അപ്പോ പാലത്തുമേലൂടെയോ പ്ലാറ്റ്ഫോമിലൂടെയോ പോകുന്ന ട്രെയിനിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ എന്ത് കൂട്ടണം? എത്ര ദൂരം പോയി എന്നറിയാൻ ട്രെയിനിന്റെ ലെങ്ത്തും ബ്രിഡ്ജിന്റെ ലെങ്ത്തും കൂടെ കൂട്ടേണ്ടി വരും. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള സംശയങ്ങളൊക്കെ നമ്മൾ ഓരോരോ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള എക്സാമിൽ ആർക്കാണ് ടോപ്പ് മാർക്ക് കിട്ടിയത് നമ്മൾ പറയാൻ പോവുകയാണ്. അതിന് മുമ്പ് നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്യുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, വെറുതെ ഡൗട്ടുകൾ ചോദിക്കരുത്, സമയം പിന്നെയും പോകും. ഓക്കെ, അപ്പം ഞാൻ ഒരു മിനിറ്റ്, എന്തെങ്കിലും വളരെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും അത് എന്നെ പറ്റി പറയാം. നമ്മൾ ഇതുപോലുള്ള പരീക്ഷകൾ, ഒരു പരീക്ഷ ഞാൻ നടത്തും, ആ പരീക്ഷ നടത്തിയുള്ള സംശയങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യും. പക്ഷെ കുറെ ക്വസ്റ്റ്യൻസ് ഇന്ന് തന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും കുറച്ചധികം ഉണ്ടാവും. യെസ്, അപ്പൊ നമ്മൾ നോക്കുന്നു ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയവർ. ഓക്കെ, മാറിയിട്ടില്ല അല്ല, നമ്മളിപ്പോ ഇതിന്റെ ആൻസർ പറഞ്ഞല്ലോ അല്ലെ? പറഞ്ഞു, നസൽ. അപ്പൊ 10 ഇപ്പൊ ലാസ്റ്റ് തെറ്റി എന്നാണ് അർത്ഥം. ആവണി കൃഷ്ണ, സിയ ഫാത്തിമ, ഓക്കെ, മുഹമ്മദ് മിഥിലാജ്. ഏറ്റവും കൂടുതൽ മാർക്കുള്ള 20 പേര്. ഓക്കെ, ഏറ്റവും കൂടുതൽ മാർക്കുള്ള 20 പേർ. ഓരോരുത്തരും അവനവന്റെ മാർക്ക് നോക്കുക. ഈ പരീക്ഷ നടത്തുമ്പോൾ നിങ്ങൾ ഇതിലും കൂടുതൽ മാർക്ക് വാങ്ങണം. ക്ലിയർ? ചിലപ്പോൾ പിന്നെ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ടാകും, കാരണം ഇന്നലെ ഇന്നും കൂടെയല്ലേ നടത്തിയത്. യെസ്, അപ്പോ നമ്മൾ ഇതിന്റെ ഒരു എക്സാം നടത്തും. നാളെ നമ്മൾ പുതിയൊരു ടോപ്പിക് ആയിരിക്കും എടുക്കുക.
ഓക്കെ, ആ പറയൂ. ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ഫോണിൽ എനിക്ക് ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്. എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്താലൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വേറൊരു ഡിവൈസിൽ കയറാൻ ട്രൈ ചെയ്ത സമയത്ത് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഫോൺ ചേഞ്ച് ചെയ്യുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ? ഫോൺ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ മാർക്ക് പിന്നെ കൂട്ടില്ല. ഒരേ ഫോണിൽ നിന്ന് അറ്റൻഡ് ചെയ്താലേ നമ്മുടെ മാർക്ക് ആഡ് ചെയ്യും. കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമാക്കണ്ട. നമ്മളിത് പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങളിതൊന്നും വലിയ സംഭവമാക്കി എടുക്കണ്ട. പക്ഷെ അടുത്ത പരീക്ഷ സംഭവം ആവണം, അതിൽ ഫുൾ മാർക്ക്. ക്ലാസ് അതൊന്നും പ്രശ്നമില്ല, അതൊന്നും പ്രശ്നമില്ല. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. നിങ്ങൾ പഠിച്ചാൽ മതി. സ്ക്രീൻ ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ബ്ലാങ്ക് ആയിട്ടുണ്ടെങ്കിൽ റൈറ്റിക്ക് ലെഫ്റ്റിക്ക് നീക്കി വെക്കിയാൽ മതി ഓരോ ഡോട്ട്സ്. അപ്പൊ കിട്ടും. ഓക്കെ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിത് ഫോണിലല്ല കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം എനിക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ തന്നെ പരസ്പരം ചർച്ച ചെയ്യുക. നിങ്ങൾ ക്ലാസ്സിൽ വരുമ്പോൾ മറ്റു കുട്ടികളോട് ചോദിച്ചു നോക്കുക. അപ്പോൾ അവർ എന്തെങ്കിലും ഐഡിയ പറയും. പിന്നെ ഇതിൽ ഈ ക്വസ്റ്റ്യനിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അവരോട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ട്രെയിനിന്റെ ഈ സ്പീഡിന്റെ ഒരു പരീക്ഷ ഉണ്ടായിരിക്കും, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതൊന്ന് നന്നായിട്ട് എഴുതണം. നാളെ നമ്മൾ പുതിയ ടോപ്പിക്കാണ് എടുക്കുക. പിന്നെ എക്സാം ഓൺലൈൻ ആണ് ഇപ്പോൾ. പക്ഷേ ഒരാഴ്ച കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ ഓഫ്ലൈനിലേക്ക് കൊണ്ടുവരും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളൂ. USS വരുന്നു. USS നന്നായിട്ട് പഠിച്ചാൽ NMMS ഗുണം ചെയ്യും. ക്ലിയർ? ശരി. അപ്പൊ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഗുഡ് നൈറ്റ്. ഇതിന്റെ വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ സംശയമുള്ളവർ വീണ്ടും കാണും. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. ബൈ.